ഒരു കാലത്തെ മലയാള സിനിമയിലെ അമ്മ നായകന്മാർ ഓരോന്നോരോന്നായി പടിയിറങ്ങുകയാണ്. തീർച്ചയായിട്ടും പേരെടുത്ത് പറയാൻ പറ്റാത്ത സാഹചര്യം. കാരണം അത്രത്തോളം നമ്മൾ ആകാംക്ഷയോടെ ഇഷ്ടത്തോടെ എന്താണ് അമ്മ സ്നേഹമെന്ന് മനസ്സിലാക്കിയ ഒരുപാട് നായിക നടിമാരാണ് തീർച്ചയായിട്ടും ഈ സമയങ്ങളിലൊക്കെയും തന്നെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിരുന്നു മീന ഗണേഷ്. പ്രണയിച്ച ആളെ തന്നെ ആയിരുന്നു മീന ഗണേഷ് എന്ന് പറയുന്ന ആ മനുഷ്യനെ കല്യാണം കഴിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വർഷങ്ങൾ അവർ ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്നത്. 39 വർഷത്തോളം പ്രണയിച്ച് വിവാഹം കഴിച്ച് ജീവിച്ചതിന് ശേഷം 2010 ഗണേഷ് മരണപ്പെട്ടതിന് ശേഷം ഒരു മകനും ഒരു മകളുമായിരുന്നു മീനക്കുണ്ടായിരുന്നത്. അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഒക്കെയും തന്നെ മീന ചെയ്തിരുന്നു. മകന്റെ ആഗ്രഹം പോലെ തന്നെ സംവിധാനത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവിനെ പരീക്ഷിക്കുവാൻ എല്ലാവിധ പിന്തുണയും അമ്മയായ മീന നൽകുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ മകളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കുകയും ചെയ്തു. പക്ഷേ അവസാന കാലത്ത് ഈ അമ്മ ഒറ്റപ്പെട്ടു പോയപ്പോൾ, അഭിനയിക്കാൻ സാധിക്കാതിരുന്നപ്പോൾ തനിക്ക് ഒരു തരത്തിലുള്ള ഉപകാരവും തൻ്റെ മകനെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ഈ അമ്മ തന്നെ പറയുകയും ചെയ്തിരുന്നു. ആ സമയത്തൊക്കെയും തന്നെ മീന എന്ന് പറയുന്ന ഈ മലയാളികളുടെ സ്വന്തം അമ്മയ്ക്ക് തണലുമായി നിന്നത് അവരുടെ മകൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ ഒരാളും തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നതും ചെറുതല്ലാത്ത സത്യം. സിനിമ എന്ന ഫീൽഡിൽ എത്തിപ്പെട്ടവരൊക്കെയും തന്നെ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇതുപോലെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടും ഒരു തരത്തിൽ തൻ്റെ ജീവിതം കരക്ക് പിടിപ്പിക്കാൻ സാധിക്കാത്ത അവസാന കാലത്ത് ഒന്നുമില്ലാതായി തീരുന്ന ഒരുപാട് ജീവിതങ്ങളും ഉണ്ട്. അതിൽ ഒന്ന് മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മീന. ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് അവർക്കുണ്ടാക്കാൻ പറ്റിയത് 5 സെന്റ് സ്ഥലത്ത് ചെറിയൊരു വീട് മാത്രമാണ്. ആ വീടിന്റെ പേരിൽ തന്നെയാണ് ആ മകൻ ആ അമ്മയെ കുറ്റപ്പെടുത്തിയതും അവരെ അകറ്റി നിർത്തിയതും അവരോട് പിച്ചെടുത്ത് ജീവിക്കാൻ പറഞ്ഞതും. ഒരു വലിയൊരു നായകന്റെ ഒരു സിനിമയുടെ പ്രതിഫലം മാത്രം മതി ഒരു മനുഷ്യന് ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാൻ. എന്നാൽ സിനിമയിൽ കടന്നു വരുന്ന ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊന്നും തന്നെ അവർക്ക് ശരിക്കുമുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം. സാധാരണ കൂലിവേല ചെയ്യുന്നവരുടെ പ്രതിഫലം പോലും ലഭിക്കാതെ ഇന്നും സിനിമയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയും തന്നെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി അവിടെ പോവുകയും ചിലപ്പോൾ അവർ തന്ന പൈസ മാത്രം വാങ്ങിക്കുകയും അതല്ലെങ്കിൽ പൈസ കിട്ടിയില്ലെങ്കിൽ ഒന്നും അറിയാതെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജന്മങ്ങൾ. അതിൽ ഒന്ന് തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മീന. അവർ അവസാനം ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നു, മലയാളത്തിന്റെ പ്രിയ താരം കലാഭവൻ മണി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നുവെന്ന്. കാരണം മണി മറ്റുള്ളവരെ അറിഞ്ഞ് സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഈ അമ്മയ്ക്ക് ആ മകൻ ആവശ്യമുള്ളതൊക്കെയും ചെയ്തു കൊടുക്കുമെന്ന് മരണത്തിന് ശേഷവും ഇവർ പ്രതീക്ഷിച്ചിരുന്നു. അതായത് ജീവനോടെ ഇരിക്കുന്ന തൻ്റെ മകനെക്കാട്ടിയും ഈ അമ്മ പ്രതീക്ഷ അർപ്പിച്ചത് മരണപ്പെട്ടു പോയ മലയാളത്തിന്റെ സ്വന്തം കലാഭവൻ മണിയിലും. അവസാന കാലത്തൊക്കെയും തന്നെ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഈ അമ്മയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല ആളുകളും സഹായ വാഗ്ദാനങ്ങളുമായി എത്തിയെങ്കിലും അതൊന്നും തന്നെ ഇവരുടെ ജീവിതം കരയ്ക്കടുപ്പിക്കുവാൻ മാത്രം വലുതായിരുന്നില്ല. എന്തു തന്നെയായാലും മലയാള സിനിമയിലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരുപാട് സഹനടിമാർക്കുള്ളത് പോലെ തന്നെ അവസാന കാലത്ത് സഹായത്തിന് ആരുമില്ലാതെ ഒന്നുമില്ലാതെ കഷ്ടപ്പെടേണ്ടി വന്നു എന്നത് യാഥാർത്ഥ്യം. സിനിമ എന്ന് പറയുന്ന മായാലോകത്ത് എത്തിപ്പെട്ടാൽ ജീവിതം തന്നെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പല ആളുകൾക്കും ഒരു പാഠം തന്നെയാണ് ഇതുപോലുള്ള സഹനടിമാരുടെ അവസാന കാലത്തെ ജീവിതങ്ങൾ. ഏതൊരു വേഷത്തെയും വ്യക്തമായ രീതിയിൽ അഭിനയിച്ച് പൊലിപ്പിച്ച് കാണിച്ച് ജനങ്ങളെ ഒക്കെയും തന്നെ കണ്ണീരിലാഴ്ത്തിയ ഈ നടിയുടെ ജീവിതത്തിലും സംഭവിച്ചത് ഇതൊക്കെ തന്നെ. എന്തു തന്നെയായാലും നമ്മളെയൊക്കെയും ഒരുപാട് സിനിമകളിൽ കരയിപ്പിച്ച, ഒരുപാട് സിനിമകളിൽ ചിരിപ്പിച്ച, ഒരുപാട് സിനിമകളിൽ വേദനിപ്പിച്ച ആ മഹാനടി ഇനി അവസാനത്തെ ഉറക്കത്തിലാണ്. തീർച്ചയായിട്ടും അവർക്ക് നിത്യശാന്തി നേരുന്നു.